പലപ്പോഴും വിമർശനങ്ങൾ വേറെ രൂപത്തിൽ അദ്ദേഹം കവിതയുടെ രൂപത്തിൽ അദ്ദേഹത്തിന് പറയാനുള്ളത് കലാകൗമുദിയിലെ കവിതയായിട്ടാണ് പല ഘട്ടങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന കവിത കുന്തവും കുടച്ചക്രവും. ആ കുന്തവും കുടച്ചക്രം പ്രയോഗം ആരാണ് നടത്തിയെന്ന് നമുക്കറിയാം, മന്ത്രി സജി ചെറിയാനാണ്. ആ പ്രയോഗത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കേണ്ടി വന്ന ഘട്ടമുണ്ടായിട്ടുണ്ട്. അപ്പോൾ കുന്തവും കുടച്ചക്രവും എന്ന പ്രയോഗം പറയുമ്പോൾ ആലപ്പുഴയിൽ നിലവിൽ ഇപ്പോൾ ഈ പറയുന്ന വിഭാഗീയത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ട് ഭാഗത്ത് നിൽക്കുന്ന നേതാക്കളായിട്ടാണ് ജി സുധാകരനും സജി ചെറിയാനും നിൽക്കുന്നത്. ഒരു ഘട്ടത്തിൽ അവർ ഒരുമിച്ചായിരുന്നു താനും. അപ്പോൾ ആ കവിത ആ പേരിൽ ആ കവിത വരുമ്പോൾ ആ കവിത വിമർശിക്കുന്നത് SFI നേതൃത്വത്തെയാണ്. ഇപ്പോൾ ആ SFI ഇപ്പോൾ എങ്ങനെ പ്രവർത്തിക്കുന്നു, SFI എന്ന വാക്കുപയോഗിക്കുന്നില്ലെങ്കിലും ആ സംഘടനയുടെ മുദ്രാവാക്യത്തിൽ നിന്ന് അവർ എത്ര പിന്നാക്കം പോയിരിക്കാം, ആ മുദ്രാവാക്യം വായിക്കാൻ പോലും കഴിയുമോ എന്ന അർത്ഥം വരുന്ന വരികളാണ് ആ കവിതയിലുള്ളത്. അതിനു മുമ്പായാലും അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ അദ്ദേഹം ഒറ്റപ്പെട്ട് മാറി നിൽക്കപ്പെടുന്ന സാഹചര്യത്തിൽ അദ്ദേഹം കവിതയായി പറഞ്ഞിട്ടുണ്ട്. മറ്റ് രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന് വ്യത്യസ്തമായി ജി സുധാകരൻ നടത്തുന്ന ഈ തരം വിമർശനങ്ങളോട് ജി സുധാകരനെ അങ്ങനെ നേരിട്ട് ആക്രമിക്കുന്ന രീതി അല്ലെങ്കിൽ ശക്തമായ മറുപടി പറയുന്ന രീതി CPM നേതൃത്വം ഇതുവരെ കൈക്കൊണ്ടിട്ടില്ല. കാരണം ജി സുധാകരൻ എന്ന നേതാവ് എത്രത്തോളം പ്രധാനപ്പെട്ട നേതാവാണെന്നും അദ്ദേഹം പാർട്ടിയെ ആക്രമിക്കുന്ന ഒരു വിമർശനം നടത്തില്ല എന്ന ബോധ്യവും പാർട്ടിക്കുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഒരുപക്ഷെ അദ്ദേഹത്തിനൊപ്പം തന്നെ ആ പാർട്ടി നിൽക്കുന്നത്.